ഞാൻ ഒത്തിരി ലെറ്ററിൽ കാര്യങ്ങൾ വലിച്ചു കയറി എഴുതുമായിരുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ. അപ്പോൾ സാറിനെ എപ്പോഴും പറയും കൺസൈസ്നെസ് ആൻഡ് ക്ലാരിറ്റിയിൽ നിന്റെ മാർക്ക് പോകും. ഇൻഡിവിജ്വൽ കെയർ എനിക്കിവിടെ കിട്ടി. അധികം പ്രാക്ടീസ് ഒന്നും ചെയ്യുന്ന ആളല്ലായിരുന്നു. ഇവിടെ വന്നിട്ട് ഫുൾ മെറ്റീരിയൽ ചെയ്തിട്ട് എവിടെയാണോ എൻ്റെ വീക്ക് പോയിന്റ് അത് മാത്രം എനിക്ക് ചെന്നിട്ട് റെക്ടിഫൈ ചെയ്താൽ മതിയായിരുന്നു. ഇവിടെയുള്ള മെറ്റീരിയൽ ഇവർ നമ്മളെ തന്നുവിടും. ബാക്കിയുള്ളിടത്തൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽ ഉണ്ടാക്കി സ്പൈറൽ ചെയ്ത് വെക്കും. സമയം നമുക്ക് തരും, നമ്മൾ പൂരിപ്പിച്ചിട്ട് മായ്ച്ചിട്ട് തിരിച്ചു കൊടുക്കണം. പക്ഷേ ഇവരുടെ മെറ്റീരിയൽ നമ്മളെ തന്നുവിടുമ്പോൾ തന്നെ നമുക്ക് വലിയ എന്തോ ഒരു പ്രത്യേകത ഉള്ളവർ തോന്നി. അത് വളരെ നല്ല കാര്യമായിരുന്നു. കാരണം നമുക്ക് അവിടെ തിരിച്ചു ചെന്നിട്ടും എന്ത് തെറ്റാണ് നമ്മളിവിടെ വെച്ച് ചെയ്ത് അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഇവിടുത്തെ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് വളരെ നല്ലതാണ്. ഭയങ്കര കട്ടിയുള്ള പാരാഫ്രൈസും കാര്യങ്ങളും ഇവിടെ നമ്മൾ ചെയ്തിട്ട് പോയതുകൊണ്ട് അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്രയും ടഫ് വന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സ്കോർ കിട്ടാൻ കാരണം. ശരിക്കും പറഞ്ഞാൽ എക്സാം ബാച്ച് ആണ് എൻ്റെ വീക്ക്നെസ് എല്ലാം മാറ്റിയെടുത്തൊരു സമയം. ഹരിസാറും അതുപോലെ തന്നെ പ്രിയങ്ക മാമിൻ്റെ ക്ലാസ്, അത് മാം കുറച്ചുകൂടെ നമ്മളെപ്പോഴും എ പാർട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മാമിൻ്റെ ക്ലാസ്സിലൂടെയാണ് ബിയിലും സിയിലും നമ്മൾ കൂടുതൽ ഓപ്ഷൻസ് അല്ല പറയുന്ന കാര്യമാണ് കേൾക്കേണ്ടതെന്നുള്ളതിന് ഒരു ക്ലാരിറ്റി ഉണ്ടായത്. മറ്റ് ഫാക്കൽറ്റീസും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. തുടക്കത്തിലുള്ള വാമപ്പ് സെഷനൊക്കെ കൂടുതലും മോക്ക് ടെസ്റ്റിലാണ് ആക്റ്റീവായിട്ട് ചോദിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കുന്നു. അപ്പം മോക്ക് ടെസ്റ്റിലൂടെ നമുക്ക് ശരിക്കും ഒരു എക്സാം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ധാരണ കിട്ടും. ലെറ്റ്സ് അപ്ഡേറ്റിനോട് പറയാനുള്ളത് മെയിൻറ്റെയിൻ ദിസ് ക്വാളിറ്റിയാണ് അവരുടെ മെയിൻ. അവരുടെ മോട്ടോ പോലെ തന്നെ ക്വാളിറ്റി ഈസ് ദ കീ. മറ്റ് സ്ഥാപനങ്ങളെക്കാൾ കൂടുതലും കുട്ടികളോട് വരാനും അവർക്ക് നല്ല വിജയം കിട്ടാനും സാധിക്കും. എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും ലെറ്റ്സ് അപ്ഡേറ്റ് റെക്കമെൻഡ് ചെയ്യും. എനിക്ക് ഈ സ്കോർ കിട്ടാൻ കാരണം തന്നെ ലെറ്റ്സ് അപ്ഡേറ്റിലെ ട്രെയിനിങ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫുൾ നന്ദിയും കടപ്പാടും ലെറ്റ്സ് അപ്ഡേറ്റിനോട് തന്നെയാണ്. താങ്ക് യു ലെറ്റ്സ് അപ്ഡേറ്റ്.